ഒരു ഓവർ കോൺഫിഡൻസ് എന്തോ ആകാം, നഷ്ടപ്പെട്ട പൈസയുടെ ഒരു ദിവസം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് എന്ത് ചെയ്യണമെന്നറിയാതെ സമാനമായ തുക എൻ്റെ ഫ്രണ്ട്സിൻ്റെയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നെല്ലാം ഞാൻ കളക്ട് ചെയ്ത് അവിടുന്ന് ലോഡ് എടുത്തു പോന്നു. പക്ഷേ ഈ പാർട്ട്ണർഷിപ്പ് വന്നവരോട് എനിക്കിത് തുറന്നു പറയാൻ പറ്റിയില്ല. കാരണം പറയണ്ട എന്ന് വിചാരിച്ചു. പറഞ്ഞാൽ ഇത് ഏത് രീതിയിൽ എടുക്കും, എൻ്റെ മകനോട് മാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എൻ്റേതായ ബുദ്ധി കൊണ്ട് ഞാൻ ഒരു അതിബുദ്ധി എന്നേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്ത് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ കൈവിട്ടു പോയി. ആദ്യത്തെ ഒരു മാസം ഇവർക്ക് ലാഭം കൊടുത്തു, രണ്ടാമത്തെ മാസം പകുതി ലാഭം കൊടുത്തു, മൂന്നാമത്തെ മാസമായപ്പോഴത്തേക്കും എനിക്കൊന്നും കൊടുക്കാൻ വയ്യാതെ വന്നു. 6 മാസത്തോളം അവർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവർ വന്നു, കമ്പനി വന്നു, ഇത് സാധിക്കില്ല, സ്റ്റാഫുകളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്, ഇനി ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിത്തരണം എന്നെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ കാലുപിടിച്ച് പറഞ്ഞു, നിങ്ങളോട് തുറന്ന് പറയാത്തത് എൻ്റെ തെറ്റാണ്, മാനേജ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു അത് സാധിക്കില്ല, ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിത്തരണം, ഈ സ്ഥാപനം ഞങ്ങൾക്ക് നഷ്ടപ്പെടും, ഞങ്ങൾ മുടക്കിയ മുതൽ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ സ്ഥാപനം നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി സ്റ്റാഫൊക്കെ നോക്കി നിൽക്കുവാണ്. ഞാനൊരു കുറ്റവാളിയെപ്പോലെ ഞാൻ അവിടെ നിൽക്കുവാണ്. കാല് പിടിച്ച് പറഞ്ഞു, എനിക്ക് ഇനിയും ജീവിതം ഉണ്ടെങ്കിൽ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, എൻ്റെ അധ്വാനം, എൻ്റെ എഫർട്ട് കൊണ്ട് നഷ്ടപ്പെടുത്തിയ 13 ലക്ഷത്തിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് ലാഭമുണ്ടാക്കി തരാൻ പറ്റും, ഒരവസരം എനിക്ക് തരണം. ആ കൂടെ ഒരു പ്രാർത്ഥനയിൽ രൂപയിൽ നടക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് എന്നെ ഇറക്കി വിടാൻ. ഞാൻ കണ്ണുനീരോടുകൂടി ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. എൻ്റെ ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം കമ്പനിയിലാണ്, ബാങ്ക് പാസ്ബുക്ക് ഒന്നും എടുക്കാൻ ഇവർ സമ്മതിച്ചില്ല. പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ട് വേണം. ഞാൻ 2008 ഫ്രാൻസിൽ ജോലി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ആമവാദം വന്നു. അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വന്നിട്ടാണ് ഇവിടെ. അന്ന് ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ് വന്നിട്ട് എല്ലാം പോയി, സമ്പാദ്യമെല്ലാം പോയിരുന്നു. അങ്ങനെയാണ് ഈ 4000 രൂപ തുടങ്ങിയത് ഈ പ്രസ്ഥാനം.